ദ ഹാർട്ട് ചാനലിലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഹെൽത്തിന്റെ കോവിഡ് വാക്സിനേഷൻ അപ്ഡേറ്റ് ആണ് ഇന്ന്. നമ്മളിൽ ഒരുപാട് പേര് ഇപ്പോഴും കോവിഡ് വാക്സിൻ എടുക്കാൻ മടിക്കുന്നു. എന്തുകൊണ്ട് പലരും മടിക്കുന്നു? അത് തരണം ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ ചർച്ച. പലരോടും നമ്മൾ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് വാക്സിൻ എടുക്കാൻ മടിക്കുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ അവർക്ക് തന്നെ മനസ്സിലൊരു ഉത്തരമില്ല. ഒരു ഫിയർ ഓഫ് അൺനോൺ എന്നൊക്കെ പറയുന്ന ഒരു സംഗതിയാണ്. പലർക്കും പേടിയാണ് വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഇതിന്റെ സൈഡ് എഫക്ട്സ് എന്താണ്, അവർക്ക് പല അസുഖങ്ങളുമുണ്ട്, അത്തരം ആൾക്കാർ അത് എടുത്താൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമോ, വാക്സിൻ എടുത്താൽ കോവിഡ് വരുമോ, പിന്നെ നമ്മൾ ന്യൂസുകളിൽ കേൾക്കുന്ന ഒരുപാട് കാര്യങ്ങൾ. വാക്സിൻ എടുത്ത ഒരു വ്യക്തിയുടെ കാലുകൾ തളർന്നുപോയി, വാക്സിൻ എടുത്ത ഒരു നേഴ്സ് മരണപ്പെടാൻ ഇടയായി, ഈയിടയ്ക്ക് ഒരു BDS സ്റ്റുഡന്റ് വാക്സിൻ എടുത്ത ശേഷം കോവിഡ് വന്ന് തന്നെ മരണപ്പെട്ടു എന്നുള്ളൊരു ന്യൂസ് വന്നിരുന്നു. അപ്പോൾ ഓൾറെഡി ഇത്രയും പേടികളുള്ള പൊതുജനങ്ങൾക്കിടയിൽ ഇത്തരം വാർത്തകൾ വരുമ്പോൾ ഓബ്വിയസ്ലി അവർ അട്ടർലി കൺഫ്യൂസ്ഡ് ആണ്. നമുക്ക് എന്തുകൊണ്ടാണ് ഈ ഭയമെന്നും ഇതെങ്ങനെ തരണം ചെയ്യാമെന്നും എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. നമ്മളെല്ലാവരും വാക്സിൻ എടുത്തിരിക്കണം. ഇത് നിങ്ങളോട് നിർദ്ദേശിക്കാൻ ഞാൻ ആരാണ് എന്ന് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഞാനൊരു മകനാണ്, എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും മകനാണ്. അതിൻ്റെ പ്രാധാന്യം എന്താണെന്നുള്ളത് ഞാൻ കീഴെ പറയാം. രണ്ടാമതായി ഞാനൊരു അച്ഛനാണ്, എൻ്റെ മീരക്കുട്ടിയുടെ അച്ഛനാണ്. കൂടാതെ ഞാനൊരു ഭർത്താവാണ്, സഹോദരനാണ്, ഒരുപാട് പേരുടെ സുഹൃത്താണ്. ഒരു കോവിഡ് ആശുപത്രിയിലെ കാർഡിയോളജിസ്റ്റും അഡ്മിനിസ്ട്രേറ്ററുമാണ്. ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഹെൽത്തിലെ ഒരു പബ്ലിക് ഹെൽത്ത് പ്രൊഫഷണലാണ്. ഞങ്ങളുടെ ആശുപത്രിയിലെ കോവിഡ് വാക്സിനേഷൻ ക്യാമ്പയിൻ നയിക്കുന്ന ഒരു വാക്സിനേഷൻ കോർഡിനേറ്ററും കൂടെയാണ്. ഈ പറഞ്ഞതിലെല്ലാം പ്രധാനമായി ഞാൻ ഇന്നാരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ എൻ്റെ മനസ്സിൽ ഇപ്പോഴത്തെ ഒരു പ്രയോറിറ്റി എന്ന് പറയുന്നത്, ഞാൻ വാക്സിനേഷൻ എടുത്തു കഴിഞ്ഞ ഒരു വ്യക്തിയാണ് എന്നുള്ളതാണ് ഒരു പക്ഷേ ഏറ്റവും പ്രധാനം. ഞാൻ ഓൾറെഡി എൻ്റെ 2 ഡോസ് വാക്സിൻ എടുത്തു, അത് കഴിഞ്ഞിട്ട് 2 ആഴ്ചയായി. വാക്സിൻ എടുത്തൊരു വ്യക്തിയാണ് നിങ്ങളുടെ മുന്നിൽ നിന്നും ഈ പറയുന്നത്. വാക്സിൻ എടുത്തതിനെ തുടർന്ന് എൻ്റെ മനസ്സിലൂടെ പോയ ചില ചിന്തകളും ഇമോഷൻസും ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. I feel liberated from the fear of COVID. ഏതാണ്ട് 1 വർഷമായി ഡേ ഇൻ ആൻഡ് ഡേ ഔട്ട് കോവിഡിന്റെ ഭീതിയിലാണ് ഞാനും നിങ്ങൾ പലരും ജീവിച്ചിരുന്നത്, അല്ലെ? ആ ദിവസങ്ങൾ കഴിഞ്ഞു എന്നുള്ള ധൈര്യവും ആ ഒരു ഫീലിംഗ് ഓഫ് ലിബറേഷനാണ് ഏറ്റവും പ്രധാനമായി എൻ്റെ മനസ്സിലൂടെ ഇപ്പോൾ പോകുന്നത്. 1 വർഷമായി ആശുപത്രിയിൽ പോകുമ്പോൾ ആശുപത്രിയിൽ നിന്നും കോവിഡ് കിട്ടുമോ എന്നുള്ള പേടി, കോവിഡ് ICUയുടെ രോഗികളെ കാണുമ്പോൾ ഞാൻ ഇട്ടിരിക്കുന്ന PPE കറക്റ്റായിട്ടാണോ ഇട്ടിരിക്കുന്നത്, മാസ്ക് നേരെ വെച്ചിട്ടുണ്ടോ, ഞാൻ തൊടുന്ന സ്ഥലങ്ങളിൽ ഏതെങ്കിലും കോവിഡ് രോഗി തൊട്ടിട്ടുണ്ടോ എന്ന് ത്രൂ ഔട്ട് ദ ഡേ നമ്മളിങ്ങനെ പറയടിച്ചുകൊണ്ടിരിക്കുന്നു. എന്ന് മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം, സാധനം വാങ്ങിക്കാൻ കടയിൽ പോയിട്ട് കടയിലുള്ള ചേട്ടൻ മാസ്ക് ഇല്ലാതെ ചുമയ്ക്കുകയാണെങ്കിൽ അവരുടെ കയ്യിൽ നിന്നും സാധനം വാങ്ങാനുള്ള പേടി. ഇത്തരം പേടിയിലാണ് നമ്മൾ 1 വർഷത്തോളം ജീവിച്ചിരുന്നത്. ആ ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. എന്ന് മാത്രമല്ല, എനിക്കിപ്പോൾ മനസ്സമാധാനമായിട്ട് ഉറങ്ങാം, മനസ്സമാധാനമായിട്ട് ജീവിക്കാം. ഏറ്റവും പ്രധാനമായിട്ട് ഒരു മകൻ എന്ന നിലയിൽ ധൈര്യമായിട്ട് എനിക്ക് എൻ്റെ അച്ഛനെയും അമ്മയും പോയി കാണാം. 1 വർഷമായിട്ട് എനിക്ക് അത് ചെയ്യാൻ ഉള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. കാരണം ആശുപത്രിയിൽ നിന്നും അവർക്ക് കോവിഡ് കൊണ്ടു കൊടുക്കുമോ എന്നുള്ളൊരു പേടി. വീട്ടിലെത്തുമ്പോൾ എനിക്ക് ധൈര്യമായിട്ട് എൻ്റെ മോളെ കയ്യിലെടുക്കാം, ഉമ്മ കൊടുക്കാം. ഇത്രയും കാലമായിട്ട് എനിക്കത് ചെയ്യാൻ പറ്റിയിരുന്നില്ല. മാത്രമല്ല, എൻ്റെ ഭാര്യയുമായിട്ടും സുഹൃത്തുക്കളുമായിട്ടും മറ്റുള്ളവരുമായിട്ടും ഇടപഴകാൻ എനിക്ക് ധൈര്യമായിട്ട് ഇപ്പോൾ പറ്റും. നിങ്ങൾ വാക്സിൻ എടുക്കാൻ മടിക്കരുത്, ഭയക്കരുത്. എല്ലാവരും കോവിഡ് വാക്സിൻ എടുക്കണം. കാരണം ഒരു കോവിഡ് ആശുപത്രിയിലെ ഡോക്ടർ, കാർഡിയോളജിസ്റ്റ്, അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയിൽ ഇപ്പോഴും ഞങ്ങൾ കോവിഡ് ICUവിൽ രോഗികളെ ചികിത്സിക്കുന്നു. വെന്റിലേറ്ററിലുള്ള രോഗികളുണ്ട്, മരണപ്പെടുന്ന മുതിർന്നവരുണ്ട്. എന്ന് മാത്രമല്ല, അപ്രതീക്ഷിതമായി മോശമാവുകയും ഹൃദയസ്തംഭനം വരികയും ചെയ്യുന്ന ചെറുപ്പക്കാർ വരെയുണ്ട്. നിങ്ങൾ പത്രത്തിലും ന്യൂസിലും കാണുന്നുണ്ട് കോവിഡ് നമ്പേഴ്സ് കുറഞ്ഞു വരുന്നുവെന്ന്. ബാക്കി എല്ലാവർക്കും അതൊരു നമ്പർ മാത്രമാണ്. പക്ഷെ
നമ്മളിൽ വരുമ്പോൾ, നിങ്ങളിൽ വരുമ്പോൾ നിങ്ങളുടെ ജീവിതമാണത്, അതൊരു നമ്പർ അല്ല. ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഹെൽത്തിലെ ഒരു പബ്ലിക് ഹെൽത്ത് പ്രൊഫഷണൽ എന്ന നിലയ്ക്ക് എനിക്കറിയാം കഴിഞ്ഞ ഒരു വർഷമായിട്ട് നമ്മുടെ രാജ്യവും നമ്മുടെ സ്റ്റേറ്റും നേരിട്ടുകൊണ്ടിരിക്കുന്ന ഹെൽത്ത് ക്രൈസിസ്, ഫിനാൻഷ്യൽ ക്രൈസിസ്, എക്കണോമിക് ക്രൈസിസ്. അതുകൊണ്ട് ജീവിതവും ജോലിയും നഷ്ടപ്പെട്ട ആളുകളുടെ എണ്ണം. ഞാൻ ജോലി ചെയ്യുന്ന ആശുപത്രിയിലെ വാക്സിനേഷൻ കോർഡിനേറ്റർ എന്ന നിലയ്ക്ക് ഞങ്ങൾ എപ്പോഴും കാണുന്നുണ്ട് ഒരുപാട് പേര് വാക്സിൻ എടുക്കാൻ മടിക്കുന്നു, ഭയക്കുന്നു. സൈഡ് എഫക്ട്സ് കാരണം ഒരു ദിവസം പനിയും മേലുവേദനയുമായി ജോലി പോകാൻ പറ്റിയില്ലെങ്കിലോ എന്നാണ് ചോദ്യം. പക്ഷേ കോവിഡ് വന്നാൽ 2 ആഴ്ചയിൽ കൂടുതൽ ജയിൽവാസം പോലെ ഒരു ഐസൊലേഷൻ വാർഡിൽ കിടക്കണം എന്നുള്ളത് അവർ ചിന്തിക്കുന്നില്ല. കോവിഷീൽഡ് ആണോ കോവാക്സിൻ ആണോ മികച്ചത്, എനിക്ക് ഈ വാക്സിൻ കിട്ടിയാലേ ഞാൻ എടുക്കത്തുള്ളൂ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. 2 വാക്സിനും ഫലപ്രദമാണ്, സുരക്ഷിതമാണ് എന്ന് മാത്രമല്ല, ദയവ് ചെയ്ത് നിങ്ങൾ വാക്സിനേഷനെ കുറിച്ച് റിസർച്ച് ചെയ്ത് തല പുകയണ്ട. അത് നമുക്ക് ഹെൽത്ത് കെയർ എക്സ്പേർട്സിനോടും ഹെൽത്ത് അഡ്മിനിസ്ട്രേറ്റേഴ്സിനും വിട്ടുകൊടുക്കുക. അവർ തീരുമാനിച്ചു പറഞ്ഞ കാര്യങ്ങളാണ്, നമുക്ക് അവരെ വിശ്വസിക്കാം. അതുകൊണ്ട് ഈ വാക്സിനെ എടുക്കൂ എന്ന് വിചാരിച്ച് വാക്സിൻ എടുക്കാതിരിക്കരുത്. ഏത് വാക്സിൻ ആദ്യം കിട്ടുന്നു അതെടുത്ത് ഈ പാൻഡമിക്കിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാം. എനിക്കറിയാവുന്ന ഒരുപാട് ഡോക്ടർമാരും ആരോഗ്യ പ്രവർത്തകരും ഇപ്പോൾ മനസമാധാനത്തോടുകൂടി ജോലിക്ക് വരാൻ പറ്റുന്നുണ്ട്, മനസമാധാനത്തോടെ കിടന്നുറങ്ങാൻ പറ്റുന്നുണ്ട്. ഇലക്ഷൻ വരികയാണ്. എനിക്കറിയാവുന്ന സീനിയർ ആയിട്ടുള്ള ഒരുപാട് പൊളിറ്റീഷ്യൻസ് വിളിച്ചു ചോദിക്കുന്നുണ്ട് എപ്പോൾ എങ്ങനെ വന്ന് വാക്സിൻ എടുക്കാം. യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള പാർട്ടി പ്രവർത്തകർ പോലും, അവർക്കിപ്പം 45 വയസ്സിന് താഴെയുള്ളവരാണ്, വാക്സിൻ കിട്ടത്തില്ലെങ്കിൽ പോലും എങ്ങനെയെങ്കിലും വാക്സിൻ എടുക്കാൻ ശ്രമിക്കുന്നു. കാരണം അവർക്കറിയാം ഇലക്ഷൻ വരുമ്പോൾ മറ്റുള്ളവരുമായുള്ള സമ്പർക്കം വരുന്നത് കാരണം കോവിഡ് വരാം. ജീവനിൽ കൊതിയുള്ളത് കൊണ്ടാണ് അവർ ഇത്തരം ആൾക്കാർ ബുദ്ധിയുള്ള ഒരുപാട് കാര്യങ്ങളും അനാവശ്യമായിട്ട് ചിന്തിച്ചു കൂടാതെ ഡോക്ടർമാരും ആരോഗ്യ പ്രവർത്തകരും പറയുന്നത് കേട്ട് വാക്സിൻ എടുക്കുന്നത്. നമ്മൾ ഇന്ന് ചെയ്തത് ഒരു ഇമോഷണൽ അപ്പീലാണ്. നിങ്ങൾ ഭയക്കരുത്, നിങ്ങൾ വാക്സിൻ എടുക്കണം. എന്തുകൊണ്ട് എടുക്കണം, ഞാൻ ആരാണ് ഇതൊക്കെ പറയാൻ, ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത് എന്നുള്ളതായിരുന്നു ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത്. എന്നിരുന്നാൽ പോലും നിങ്ങളുടെ മനസ്സിൽ പേടിയും മറ്റു സംശയങ്ങളും കാണാം. അതെന്താണെന്ന് പറയൂ. അത് ഈ വീഡിയോയുടെ താഴെ എഴുതിയാൽ അത് ഓരോന്നിനെ കുറിച്ചും നമുക്ക് സംസാരിക്കാവുന്നതാണ്. പിന്നെ എല്ലാവർക്കും ഇപ്പം എടുക്കാൻ പറ്റില്ല, ആർക്കൊക്കെ എടുക്കാം, ആർക്കൊക്കെ എടുത്തുകൂടാ എന്നുള്ള മുൻപുള്ള വീഡിയോ നിങ്ങൾ കാണുക. കോവാക്സിനും കോവിഷീൽഡും താരതമ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല, രണ്ടും നല്ലതാണ്. ഏതാദ്യം കിട്ടുന്നോ എത്രയും പെട്ടെന്ന് എടുക്കുക എന്നുള്ളതാണ് പ്രാധാന്യം എന്നുള്ള ഒരു വീഡിയോയും നിങ്ങൾ കാണുക. ഇനി ഞാൻ ലിബറേറ്റഡ് ആണ്, പേടിയെല്ലാം മാറി എന്ന് പറഞ്ഞു. എന്നിരുന്നാൽ പോലും ഞാൻ ഇപ്പോഴും മാസ്ക് ധരിച്ചാണ് ആശുപത്രിയിൽ പോകുന്നതും പുറത്തു പോകുന്നതും. വാക്സിൻ എടുത്തു കഴിഞ്ഞല്ലോ, ഇനി എന്തിന് മാസ്ക് ധരിക്കണം അല്ലേ? അതിനുള്ള ഉത്തരവും എന്തുകൊണ്ട് മാസ്ക് ധരിക്കണം, എത്ര കാലം നമുക്ക് ഇനിയും മാസ്ക് ധരിക്കണം എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് അടുത്ത എപ്പിസോഡിൽ ചർച്ച ചെയ്യാം. അതിന്റെ കൂടെ നിങ്ങൾക്കുള്ള മറ്റു ചോദ്യങ്ങളും ഭയങ്ങളും ഈ വീഡിയോയുടെ താഴെ എഴുതുകയാണെങ്കിൽ അതിനുള്ള ഉത്തരങ്ങളും നമുക്ക് ചർച്ച ചെയ്യാം. ഹാർട്ട് ചാനലിന്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും യൂട്യൂബ് പേജ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു ചോദ്യവുമായി അടുത്ത ആഴ്ച. താങ്ക് യു.